നൂറ്റാണ്ടുകൾക്ക് മുൻപ് മനുഷ്യൻ കണ്ടെത്തിയ ഒരു അത്ഭുതമാണ് കിണർ എന്ന ജലസ്രോതസ്. ആ അത്ഭുതത്തെ അതിഭയങ്കരമായ അത്ഭുതമായി കണക്കാക്കാവുന്ന രീതിയിലുള്ള ഒരു കിണറുണ്ട്. മലപ്പുറം അരൂര് ഭാഗത്തെ തൂവക്കാട് കിണറിനെ പറ്റിയാട്ടോ പറഞ്ഞു വരുന്നത്. പ്രകൃതിയിലെ ജീവജാലങ്ങൾക്ക് അടിസ്ഥാന ഘടകമായവയിലൊന്നാണല്ലോ ജലം. ഈ ജലവും ജലസ്രോതസ്സും അത്ഭുതകരമായി മാറുന്ന ഒരു കാഴ്ച കാണാൻ വേണ്ടി ഇറങ്ങിയതാണിന്ന്. വ്യക്തിപരമായി പറഞ്ഞാൽ എനിക്ക് പ്രകൃതി ഏറ്റവും മനോഹരിയായി തോന്നാറ് സായാഹ്നങ്ങളിലാണ്. അങ്ങനെയൊരു സുന്ദരമായ സായാഹ്നമാണ് ഇന്ന് ഞങ്ങൾ യാത്രയ്ക്കായി തിരഞ്ഞെടുത്തത്. ഇരുഭാഗവും പച്ചവിരിച്ചിരിക്കുന്ന വാഴത്തോട്ടവും പിന്നെ ചെരിഞ്ഞ പ്രതലത്തിൽ വരിവരിയായി നിറഞ്ഞ തല പൊക്കി നിൽക്കുന്ന ഈ റബ്ബർ തോട്ടവും ഒക്കെ യാത്രയിലൊരു ഭാഗമായപ്പോൾ ശരിക്കും ഈ ഇളം വെയിലിന് വരെ അത്രയ്ക്ക് ഭംഗിയുണ്ടെന്ന് തോന്നിപ്പോയി. ഒരു ഹലാല ലവ് സ്റ്റോറി എന്ന സിനിമയിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതമായ ഈ സ്ഥലം ഞങ്ങളുടെ നാട്ടിലെ ന്യൂനിക്കരയാണ് കേട്ടോ. ആരോ പറഞ്ഞു കേട്ടത് മുതൽ മനസ്സിലും മുള പൊട്ടിയതാട്ടോ തൂവക്കാട് കിണറും വ്യൂ പോയിൻറ്റും ഒക്കെ കാണാനായി ഒരു ദിവസം മാറ്റി വെക്കണമെന്ന്. ഇനി ഈ കിണറിനെ പറ്റി പറയുകയാണെങ്കിൽ, എന്നെപ്പോലുള്ള ഒരാൾ ഒറ്റയ്ക്കാണ് ഇവിടെ എത്തുന്നതെങ്കിൽ ഇവിടെയുള്ള തുരങ്കരൂപേണ നിർമ്മിതമായിട്ടുള്ള നേരിയ ഇരുട്ട് മൂടിയ വഴിയിലൂടെ നടന്ന് കിണറിനുള്ളിലേക്ക് ചെല്ലാൻ ഭയം തോന്നിയേക്കാം. കിണറിനുള്ളിലേക്ക് കടന്നു ചെല്ലാമെന്ന് മാറി പറഞ്ഞതൊന്നുമല്ല കേട്ടോ. To invent you need a good imagination and a pile of junk. തോമസ് എഡിസൻ്റെ വാക്കുകളാണ്. അദ്ദേഹം പറഞ്ഞ പോലെ ഒരു കണ്ടുപിടുത്തം ജനിക്കുമ്പോൾ നമുക്ക് അത് സങ്കല്പിച്ചെടുക്കാനുള്ള കഴിവാണ് ആദ്യം വേണ്ടത്. അങ്ങനെ നോക്കിയാൽ ഇവിടെ ഈ കിണർ കുഴിച്ച തുരങ്കം സൃഷ്ടിച്ച ആളുടെ സർഗാത്മകത ഒന്ന് ആലോചിച്ച് നോക്കൂ. സാമൂഹിക ജീവിതം ആരംഭിച്ച മുതലേ മനുഷ്യൻ കൃത്രിമമായ ജലസ്രോതസ്സുകൾ നിർമ്മിക്കാനും അവ വേണ്ട രീതിയിൽ ഉപയോഗിക്കാനും കഴിവ് പ്രാപ്തമാക്കി എന്നാണല്ലോ ശാസ്ത്രം പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ അതിനൊരു ഉത്തമ ഉദാഹരണമായി നമ്മളിപ്പോൾ തേടിപ്പോകുന്ന ഈ കിണറിനെ കണക്കാക്കാം. കിണറിനപ്പുറം മലപ്രദേശമായതുകൊണ്ട് തന്നെ ഒരു വ്യൂ പോയിൻറ്റും കൂടെ ഉണ്ട്. ചുറ്റുമുള്ള എല്ലാ പ്രദേശങ്ങളും കൂടി ഒരു ദൂരദർശിനിയിൽ കാണും പോലെ അവിടെ നിന്നും അതിമനോഹരമായി തന്നെ ആസ്വദിക്കാനാവും. അവിടെ എത്തും വരെ എനിക്ക് ഉത്കണ്ഠ തോന്നി. കാരണം ചില നേരങ്ങളിൽ അങ്ങോട്ടേക്ക് പോകാതിരിക്കാനും കിണറിൽ നിന്നും വെള്ളം താഴേക്ക് ഇറക്കുന്ന ഒരു പൈപ്പുണ്ട്, അത് കേടുവരാതിരിക്കാനുമായി ജനങ്ങൾ അവിടേക്ക് വരുന്നത് തടയാറുണ്ട്. അത് തന്നെയായിരുന്നു ആ ഉത്കണ്ഠയ്ക്ക് പിന്നിലും ഉണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. കോവിഡ് ടൈമിൽ മീഡിയ 1 ചാനലിൽ ഈ കിണറിനെ പറ്റി റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുമൂലം ഒരുപാട് ദൂരത്ത് നിന്ന് പോലും പലരും ഇവിടേക്ക് എത്തിയിരുന്നു. അത് പല വിധത്തിലും നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. ഈ വെള്ളപ്പൈപ്പ് പൊട്ടിപ്പോകുന്നതൊക്കെ സ്ഥിരം കാഴ്ചയായിട്ട് മാറി. എത്തിച്ചേരാൻ നേരം താഴെ ഭാഗത്ത് എവിടെ നിന്നോ ഒരു സ്ത്രീ അങ്ങോട്ടേക്ക് വന്നു. നിങ്ങൾ വാഹനം കൊണ്ട് മുകളിലേക്ക് പോകരുത് എന്നവർ പറഞ്ഞു. കാരണം വെള്ളപ്പൈപ്പ് പൊട്ടിപ്പോകും എന്നുള്ള ആ ഒരു പേടി തന്നെയായിരുന്നു. ഒരു താക്കീതിൻ്റെ സ്വരം പോലെ അവരുടെ വാക്കിൽ നിന്നും അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. ആ നാട്ടുകാർ പൂർണ്ണമായും സംരക്ഷിക്കുന്ന ഒരിടമാണ് കിണറും പരിസരവും എന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു. 1981 ഈ കിണർ കുഴിച്ചിട്ടുള്ളത്. മലപ്രദേശമായതിനാലുള്ള കുടിവെള്ളത്തിൻ്റെ അപര്യാപ്തത പരിഹരിക്കാനായി ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടി ഒരൊറ്റ മനുഷ്യൻ ചെയ്ത കഠിനാധ്വാനത്തിൻ്റെ ഫലമാവാം ഈ അത്ഭുത കിണർ. ഉയർന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ആഴത്തിൽ കുഴിച്ച കിണറാണിത്. മാത്രമല്ല ഏകദേശം 10 കോൽ പിന്നിട്ടാണ് ഈ കിണറിൻ്റെ തുരങ്കമുള്ളത്. തുരങ്കത്തിൽ നിന്നും വീണ്ടും 10 കോൽ താഴ്ചയിൽ ജലം ലഭിക്കും വിധം ആകെ 20 കോൽ ആഴം വരുന്ന ഒരു കിണറാണിത്.
മോട്ടോറിൻ്റെയും വൈദ്യുതിയുടെയും സഹായമില്ലാതെ ഈ താഴ്ചയിൽ നിന്നും വെള്ളമെടുക്കാൻ പാകത്തിനുള്ള ഒരു പൈപ്പാണ് ഇവിടെ ഉള്ളത്. മാത്രമല്ല വേനൽക്കാലത്ത് പോലും വെള്ളം ലഭ്യമാകുന്ന കിണറാണിത്. ഏറ്റവും അതിശയിപ്പിച്ച കാര്യം ഈ പൈപ്പ് സ്ഥാപിക്കാനായിട്ടാണ് ഈ 10 കോലും കടന്ന് ഈ തുരങ്കം അഥവാ ഒരാൾക്ക് പോകാൻ പാകത്തിലുള്ള വഴി നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ്. അങ്ങനെ കിണറിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് മനസ്സ് കുളിർത്ത് ഞങ്ങൾ മുകളിലേക്ക് കയറാമെന്ന് തീരുമാനിച്ചു. ഇടയ്ക്ക് പുറത്തിറങ്ങി കുറച്ചധികം നടക്കുന്ന ശീലമൊന്നുമില്ലാത്തതുകൊണ്ട് ഈ ട്രക്കിംഗ് അനുഭവം പൂർണ്ണമായും ഞങ്ങളിൽ ക്ഷീണമുണ്ടാക്കി. പിന്നെ മുകളിലെത്തിയപ്പോൾ കണ്ട കാഴ്ച ആ ക്ഷീണത്തെ അകറ്റുന്ന, അല്ലെങ്കിൽ ആ മല കയറി വന്നതിനുള്ള കുറ്റബോധം ഇല്ലാതാക്കുന്ന കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. സൂര്യൻ മലമുകളിൽ അസ്തമിക്കുകയാണോ എന്ന് തോന്നുന്ന പോലെ ആകാശമെല്ലാം ചുവന്ന വർണ്ണം പൂശിയുള്ള ആ സമയത്തെ ഒരു അനുഭവം അതൊന്ന് വേറെ തന്നെയായിരുന്നു. പിന്നെ ഊഹിക്കാലോ, ഞങ്ങളും ഒരുപാട് ചിത്രങ്ങൾ പകർത്തി.